അമേരിക്കയിലെ ഇൻഡ്യാനയിലെ സെല്ലേഴ്സ്ബർഗിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകയായ ക്രിസ്റ്റീന വീറ്റ്ലിയുടെ ജീവിതം ആരിലും അത്ഭുതം ജനിപ്പിക്കും. കോവിഡ് കാലത്ത് ദേവാലയത്തിൽ വരാൻ സാധിക്കാതെ വീടുകളിൽ കഴിയുന്നവർക്ക് വിശുദ്ധ കുർബാന നൽകാൻ അസാധാരണ അനുമതി നൽകി നിയോഗിക്കപ്പെട്ട ചുരുക്കം ചില കാറ്റക്കിസ്റ്റുകളിൽ ഒരാളായിരുന്നു ക്രിസ്റ്റീന. തൻ്റെ ശുശ്രൂഷ തുടരുന്നതിനിടയിൽ അവൾക്ക് വൻകുടലിൽ ക്യാൻസറാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. എന്നാൽ തൻ്റെ ശുശ്രൂഷ നിർത്താൻ ക്രിസ്റ്റീന തയ്യാറായില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരാൾക്ക് ക്രിസ്തുവാകുക എന്നതാണ് തൻ്റെ വിളിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ ചികിത്സകളും തുടർന്നു. ഒടുവിൽ വൻകുടലിലെ ട്യൂമർ നീക്കം ചെയ്ത ശേഷമുള്ള പരിശോധനകളിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന ശുഭവാർത്തയാണ് അവളെ കാത്തിരുന്നത്. വിശുദ്ധ കുർബാനയാണ് തനിക്ക് അത്ഭുത സൗഖ്യം നൽകിയതെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ തനിക്ക് ലഭിച്ച സൗഖ്യവും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കുവയ്ക്കാൻ എത്തിയതാണ് ക്രിസ്റ്റീന. ജൂലൈ 17 മുതൽ 21 വരെ ഇൻഡ്യാനാപോളിസിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ ആദ്യം എത്തിയതും ക്രിസ്റ്റീനയാണ്. ആളുകളെ നേരിൽ കാണണം, അവരുമായി തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കണം, അവരുടെ അനുഭവങ്ങൾ കേൾക്കണം, ആളുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. ക്രിസ്റ്റീന പറയുന്നു, 50,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് അമേരിക്കൻ സഭയിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു.